അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കൊല്ലം അഴീക്കലിലാണ്. അതായത് എൻ്റെ നാട്ടിലുള്ള ഒരു വള്ളമാണ്. ഈ ജെയ്സി ഇട്ടിരിക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇതാണ് വള്ളം. വള്ളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമല്ല, ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. അതുപോലെ തന്നെ ഈ വള്ളം നീറ്റിലിറക്കുന്ന ഒരു കാഴ്ചയും കൂടിയാണ്. എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്ന പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാരും കടവിൻ്റെ അവിടെ എത്തിയല്ല. വെളുപ്പിന് പണിക്ക് പോകാത്തതുകൊണ്ട് രാവിലെ 5 മണിക്കൊന്നും എണീക്കാതെയാണ്. ഇപ്പൊ എല്ലാ എണ്ണവും കയറി ജെയ്സിയൊക്കെ ഇട്ടിട്ട് എവിടെ പോണ്? എവിടെ സൗണ്ട് പോരാ. എല്ലാം ബംഗാളികളാണ്, മലയാളികളൊന്നും ഇല്ല. എല്ലാം ബംഗാളികളെ കൊണ്ടുപോകണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ വണ്ടി വന്നിട്ടുണ്ട്. അല്ല ലീഫിന്റെ രണ്ട് വണ്ടി ഉണ്ടല്ലോ. അങ്ങനെ എനിക്കും കിട്ടി ജേഴ്സി രക്ഷകൻ. പുതിയൊരു ജേഴ്സി എടുത്തിട്ട് വന്നു. ഏതായാലും ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ വൈബായിട്ട് പോകണമെന്നാണ് നമ്മുടെ സ്രാങ്കുമാരും നോട്ടക്കാരനും എല്ലാവരും പറഞ്ഞത്. പക്ഷേ ആൾക്കാർ കുറേ ഇരിക്കണേ, എല്ലാം ബംഗാളികളാണോ മലയാളികളാണോ ഒന്നും അറിയാൻ വയ്യാത്ത ഒരു രീതിയിലാണല്ലോ ഇരിക്കുന്നത്. എല്ലാം ഒരേ ജേഴ്സി ഇട്ടിരിക്കണമെന്നേ ഉള്ളൂ. പക്ഷെ ഓക്കെ നമ്മളാണല്ലേ ഫസ്റ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് നമ്മൾ തന്നെ ഐശ്വര്യമായിട്ട് കയറിയിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് കയറിക്കോ, കയറിക്കോ. അനക്കെ ഇല്ലാത്തവരെല്ലാം കയറിക്കോ. മൂപ്പറിട്ടെല്ലാം പാട്ട് പാടിയെല്ലാം പോവുകയാണ്. പരിപാടിയായിട്ട് കയറിക്കോ. ബാക്കിലെന്ത് എനിക്ക് വാക്കാവൂല വീഡിയോ എടുക്കാൻ. രണ്ടിതായിരിക്കും നമ്മളെ കട നിന്ന് വള്ളത്തിൻ്റെ കാണാം. അപ്പൊ അവര് വേറെ വണ്ടിയിൽ വരുന്നത്, നമ്മളെല്ലാരും കൂടെ അപ്പോ ഒരേ വൈബിലങ്ങ് യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ലോക്ക് തുറന്നു. ഇനി നമ്മളവിടെ കായംകുളത്തല്ലേ, കായംകുളത്ത് എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മളെ കായംകുളത്ത് ബോട്ട് യാർഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം അഴീക്കലിലുള്ള കാർമൽ ബോട്ട് യാർഡിലാണ്. അപ്പോൾ അത് ഇവിടെ ഒട്ടനവധി ബോട്ടുകളൊക്കെ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നുണ്ട്. ഇതെല്ലാം പെരുമാതുറയ്ക്കുള്ള വള്ളങ്ങളാണ്, അതായത് ബ്രദേഴ്സിൻ്റെ വള്ളമൊക്കെയാണ്. അപ്പോൾ ഇത് മുത്ത് റസൂല്. അപ്പോൾ നമ്മുടെ വള്ളം പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ വള്ളത്തിൻ്റെ അടുത്തെത്തി. ഇതാണ് നമ്മുടെ രക്ഷകൻ വള്ളം, അതായത് പുതിയതായിട്ട് നീരണിയാൻ വേണ്ടിയിട്ട് പോകുന്ന വള്ളം കേട്ടോ. ഡബിൾ സൈഡാണ്. അപ്പോൾ ഏതായാലും ഈ വള്ളത്തിൻ്റെ കാഴ്ചകളും അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളെല്ലാം നമുക്കകത്ത് കയറിയിട്ട് കാണാം. അതിന് മുന്നേ കുറച്ചധികം പണികളുണ്ട്, അതായത് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതെത്തിയതിനു ശേഷം നമുക്ക് കാണാം. ഈ ബോട്ടുകൾ വള്ളങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് അത്ര അധികം പിടിപാടില്ല. പക്ഷേ എന്നിരുന്നാലും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ ക്യാമറ ലെൻസ്. അതായത് നമ്മുടെ GPS എക്കോ സൗണ്ടറിലൊക്കെ മീനിനെ കാണുന്നത് ഈ ലെൻസിൻ്റെ സഹായത്തോടെ. പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബോഡി തുരുമ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്ന എന്തോ ഒരു സാധനം. അതിൻ്റെ പേരെന്തോ ആണ്, അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ വള്ളത്തിൻ്റെ അടിഭാഗം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഞാൻ ഒരു ഗ്രൗണ്ട് പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കടന്നു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി അധികം റിസ്ക് ആയിരിക്കും. അത്രമാത്രം വലിയൊരു വള്ളം. ഫസ്റ്റ് ടൈമാണ് നമ്മളൊരു ഡബിൾ സൈഡ് വള്ളത്തിന് നീറ്റിലിറക്കുന്ന കാഴ്ച കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഏതായാലും ഇതിൻ്റെ പങ്ക എന്ന് കണ്ടാലേ. കോച്ചമാരെ, ഞാനിപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പങ്കയുടെ അടുത്താണ്. അതായത് നമ്മളെ വള്ളത്തിൻ്റെ പങ്ക ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, അമട്ടൻ സാധനം. എന്താ സൈഡ് നോക്കാം. അപ്പോൾ 4 ലീഫുള്ള പങ്കയാണ് നമ്മൾക്ക് ഈ ഒരു ബോട്ടിൽ വെച്ചിരിക്കുന്നത്. ഓരോ ബോട്ടുകളിലും വയ്ക്കുന്ന ആ ഒരു എൻജിൻ്റെ പവർ അനുസരിച്ചായിട്ടായിരിക്കും പങ്കയൊക്കെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന പങ്കയുടെ സൈസ് കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ വള്ളത്തിനകത്തിരിക്കുന്ന എൻജിൻ്റെ പവറും അതനുസരിച്ച് വലുതായിരിക്കും. അപ്പോൾ ഏതായാലും ഇതാണ് നമ്മളെ ബോട്ടിൻ്റെ അടിഭാഗം. നമ്മളെ പങ്ക, അതായത് ഫാന്, പോപ്പുലർ എന്നിങ്ങനെ ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും. നിങ്ങൾ എന്താ പറയുന്നതെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ ആൾക്കാരെല്ലാം പണിത്തിരക്കിലാണ്. അതായത് വള്ളത്തിൽ കെട്ടേണ്ട കമ്പിയും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് ഓരോ പോസ്റ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മാലയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇനി ഏതായാലും വള്ളത്തിനുള്ളിൽ കയറിയിട്ടുള്ള ഒരു കാഴ്ച കണ്ടല്ല.
പക്ഷേ ഇതാണ് വള്ളത്തിൻ്റെ ഉൾഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നടുവിലായിട്ട് ഒരു തൂണ് പോലെ വേലി പോലെ വെച്ച് നമ്മൾ കെട്ടിയിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡ് ഒരു വലയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡ് വേറൊരു വല വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഡബിൾ സൈഡ് വലയെന്നൊക്കെ പറയുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനത്തെ ബോഡി ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ രാഹുൽസ് റാങ്ക്, അതായത് നമ്മുടെ ഈ ബോട്ടിൻ്റെ 2ാമത്തെ റാങ്കാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇനി ഫസ്റ്റ് റാങ്ക് ഏതാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിനോടൊപ്പം തന്നെ ഇവിടെ ആൾക്കാരെല്ലാവരും പൂമാല ഇട്ട് ജോഡിച്ച് കെട്ടുന്ന ഒരു തിരക്കിലാണ്. എല്ലാവരും നല്ല തിരക്കിലാണ്. പക്ഷേ വള്ളം ക്ലീൻ ആക്കിയിട്ടില്ല, കുറച്ചധികം പണികളുണ്ട്. ഞാൻ അതിന് മുന്നേ കയറി കുറച്ചധികം കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ പറ്റുന്ന അത്രയും എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ബോട്ടിനുള്ളിലോട്ട് കയറിയത്. ഏതായാലും ഇനിയിപ്പോൾ അടുത്ത റാങ്കിന് നമുക്ക് കാണാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീല്, അതായത് കമ്പയൊക്കെ ചുറ്റി വയ്ക്കുന്ന സാധാരണ വള്ളങ്ങളിലൊക്കെ ഒരു കമ്പയായിരിക്കും. ഈ ഡബിൾ സൈഡ് ഉള്ള വള്ളങ്ങളിലൊക്കെയാണ് ഇങ്ങനത്തെ 2 ടൈപ്പ് പമ്പരങ്ങളുള്ളത്. 2 ടൈപ്പ് പമ്പരം ഇല്ലാത്ത ഡബിൾ സൈഡ് വള്ളങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ വള്ളത്തിൽ 2 പമ്പരങ്ങൾ വെച്ചിട്ടുണ്ട്. 2 പമ്പരങ്ങളിൽ പിന്നെ റോപ്പും കാര്യങ്ങളൊക്കെ ചുറ്റണം. അതൊക്കെ പണിക്ക് പോകുന്ന സമയത്താണ് അതിൻ്റെ. അപ്പോൾ ഈ ഫ്രണ്ടിൽ നിൽക്കുന്നതാണ് നമ്മുടെ സോണീസ് റാങ്ക്, അതായത് ഈ ബോട്ടിൻ്റെ സ്രാങ്ക്. ആ ഫ്രണ്ടിൽ നിന്ന് റോപ്പ് പിടിക്കുന്ന ആൾ. അപ്പോൾ നമ്മുടെ ഈ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ടിലായിട്ട് ഒരു മോട്ടറും കാര്യങ്ങളും അതിനോടൊപ്പം തന്നെ ഒരു വീഞ്ചും വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേവലകളൊക്കെ കെട്ടി വലിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഞ്ചാണ് കേട്ടോ. അതായത് മേവല റോപ്പൊക്കെ നമ്മൾ കൈകൊണ്ടാണ് വലിക്കുന്നത്. അതിന് പകരം നമ്മൾ ഈ കൃത്രിമമായിട്ട് ഇപ്പോൾ ടെക്നോളജി വർദ്ധിച്ചു വരികയാണല്ലോ, അതനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച പമ്പരാണ് ഇതാ കാണുന്നത്. അപ്പോൾ ഏതായാലും ഇതാണ് മുകളിലത്തെ ഭാഗം. ഇനി ഏതായാലും എൻജിൻ റൂമും കാര്യങ്ങളൊക്കെ കാണാം. അതിന് മുന്നേ നമുക്ക് കുറച്ചധികം കാഴ്ചകളുണ്ട്. അതായത് വള്ളം നീറ്റിലൊക്കെ ഇറക്കണം. നീറ്റിൽ ഇറക്കിയതിന് ശേഷം ആയിരിക്കും ഞാൻ എൻജിൻ കാണിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറുണ്ട്. ഈ സ്റ്റോറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വള്ളങ്ങളിൽ വയ്ക്കാത്തതാണ്. പക്ഷേ എന്നിരുന്നാൽ നമ്മളുടെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില സമയങ്ങളിൽ ഉൾക്കടലിലോട്ട് പോകും. ഉൾക്കടലിലോട്ട് പോയിട്ട് വരുമ്പോൾ മീനുകൾ കൊണ്ടുവരുമ്പോൾ തന്നെ വേസ്റ്റ് ആവും. അങ്ങനെ വേസ്റ്റായി കഴിഞ്ഞിരുന്ന മീൻ എടുക്കുന്നവർ വില കുറച്ചിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി നമ്മൾ ഈ സ്റ്റോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എടുക്കുന്നത്. ഐസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മീനിന് എപ്പോഴും ഡിമാൻഡായിരിക്കും. ഡിമാൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോറും കാര്യങ്ങളൊക്കെ ഈ ബോട്ടിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ബോർഡുകളിലുള്ള സ്റ്റോർ പോലെ തന്നെയാണ് ഈ വള്ളത്തിൽ നമ്മൾ ബോട്ട് സ്റ്റോർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വള്ളം എന്താ താഴോട്ട് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള റിങ് ചുറ്റി കമ്പി വിടുവാണ് കേട്ടോ. പവറല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് പണിക്ക് പോകുന്ന പോയിട്ട് വല കയറ്റണം, കമ്പ കയറ്റണം, റിങ് കയറ്റണം, വള്ളത്തിൽ ഒരുപാട് പണിയുണ്ട്. ഇന്ന് നാട്ടിൽ വെള്ളം എത്തും. അത് കഴിഞ്ഞിട്ട് ബാക്കി വലയും സാധനങ്ങളൊക്കെ കയറ്റിന് ശേഷം സെറ്റല്ലേ. അപ്പൊ സോണി സ്രാങ്ക് ഇപ്പൊ 2ാമത്തെ സ്രാങ്ക്. മെയിൻ സ്രാങ്ക്. ആ മെയിൻ സ്രാങ്കിന് എന്താണ് പറയാനുള്ളത്? വള്ളം ഇറക്കണം പറയാതെ സെറ്റല്ലേ? എന്താ പറയാ, നീ ഇങ്ങനെ കാണിക്കാല്ല, വേറെ എന്തെങ്കിലും കാണിക്കാറിയാം. സ്രാങ്ക് എന്ന് പേര്. ഓക്കെ ഗൈസ്, അപ്പോൾ വള്ളത്തിന് പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നീറ്റിൽ ഇറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ താഴെ നിന്ന് കഴിഞ്ഞാൽ വള്ളം ഇറങ്ങി പോകുന്ന ഒരു കാഴ്ച കാണാം. ഓരോ മതത്തിലുള്ളവർക്കും ഓരോ വിശ്വാസങ്ങളുണ്ട്. നമ്മുടെ ക്രിസ്ത്യാനികൾക്ക് എപ്പോഴും എന്ന് പറഞ്ഞാൽ പള്ളിയിലുള്ള അച്ഛനെ വിളിച്ചിട്ട് വന്ന് വെഞ്ചരിക്കുന്നതാണ് പതിവ്. അങ്ങനെ നമ്മൾ അച്ഛൻ വന്നെത്തി എല്ലാവരും കൂടി നിന്ന് പ്രാർത്ഥനയോടുകൂടി തന്നെ വെഞ്ചരിച്ച് വള്ളം നീറ്റിലോട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നീറ്റിലോട്ട് ഇറക്കുന്നത് ചെറിയൊരു സംഭവമാണെങ്കിലും പക്ഷേ അത് വലിയൊരു ആഘോഷം തന്നെയാണ്. വള്ളത്തിൽ പോകുന്ന എല്ലാവരും കൂടി ചേർന്ന് ഒരേ ജേഴ്സിയിൽ അങ്ങ് നിൽക്കുന്ന ആ ഒരു സന്തോഷം നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും എത്രമാത്രം ഹോപ്പോട് കൂടിയാണ് നമ്മൾ ഓരോ വള്ളങ്ങളെ ഇറക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഏതായാലും ഇനി നേരെ വച്ച് പിടിപ്പിക്കുന്നില്ല, നേരെ വള്ളം വെള്ളത്തിലോട്ട് ഇറക്കുന്ന ആ ഒരു കാഴ്ച തന്നെ കാണാം കേട്ടോ. വള്ളം ഇറക്കാൻ സമയമാകുമ്പോഴേക്കും ഇങ്ങനത്തെ ഒരു സാധനവും കൊണ്ട് ആൾക്കാർ വരും. ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വള്ളത്തിനടിയിൽ വെച്ചിരിക്കുന്ന ഉരുളകൾ ലെവൽ ചെയ്ത് നമ്മൾ നേരെ വള്ളം പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾക്കാരാണ് കേട്ടോ. ഇവർ ഉള്ളതുകൊണ്ടാണ് വള്ളങ്ങൾ കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിക്കഴിഞ്ഞിരുന്ന ഏതെങ്കിലും ഒരു സൈഡിൽ പോയി ഇടിക്കും, സ്ക്രാച്ച് ആവും. അങ്ങനെ സ്ക്രാച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഒരു ഉരുളയും കാര്യങ്ങളൊക്കെ ലെവൽ ചെയ്ത് നേരെയാക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളെ ഈ കാണിച്ചു തരുന്നത് കേട്ടോ.
നമ്മുടെ കടവിൻ്റെ അവിടെ നിന്ന് ആൾക്കാരെല്ലാം കയറി കഴിഞ്ഞിട്ട് നേരെ വെള്ളം കറക്കാൻ വേണ്ടിയിട്ട് കടലിലോട്ട് കൊണ്ടുപോവുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വള്ളത്തിലെ എൻജിൻ കള്ളി വരുന്നത്. എൻജിൻ ഇത് CMCയുടെ ആണ്, ലേറ്റസ്റ്റ് മോഡൽ. ഇപ്പോൾ പുതിയ പവർ കൂടിയ എൻജിനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈസ് കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഏതായാലും നമുക്ക് എൻജിൻ റൂമിൽ കയറി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീസലിന് വേണ്ടിയിട്ടുള്ള 2 ടാങ്ക് ഉണ്ട്. നമ്മൾ ബോട്ടുകളിൽ വെച്ചിരിക്കുന്നത് പോലെ തന്നെ 2 ഡീസൽ ടാങ്ക്, പിന്നെ വാട്ടർ ടാങ്ക് ഉണ്ട്. വാട്ടർ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഈ വാട്ടർ ടാങ്കൊക്കെ വയ്ക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊത്തിരി ഉൾക്കടലിലോട്ടൊക്കെ പോകുന്ന സമയങ്ങളിൽ വെള്ളത്തിന് ആവശ്യം വരുന്നതുകൊണ്ട് തന്നെ ടാങ്കിലും കാര്യങ്ങളിലൊക്കെ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടാങ്കിൻ്റെ ഫെസിലിറ്റി വച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ വാട്ടർ ടാങ്ക് 2 എണ്ണം ഉണ്ട്. അങ്ങനെ വള്ളം എടുത്തു കഴിഞ്ഞ് നേരെ നമ്മൾ മുതലപ്പൊഴിയിലോട്ട് പോവുകയാണ്. മുതലപ്പൊഴിയിലോട്ട് പോയതിന് ശേഷം തന്നെ ഉടനെ തന്നെ നമ്മൾ പണിക്ക് പോകും. കാരണം എന്ന് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ വള്ളം വലയും കാര്യങ്ങളെല്ലാം കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇത് ഈ ഇരിക്കുന്നതാണ് നമ്മുടെ വള്ളത്തിൻ്റെ പ്രധാനമായിട്ടുള്ള സാധനങ്ങൾ. അതായത് ഫിഷ് ഫൈൻഡറും പിന്നെ നമ്മുടെ GPS-ഉം. ഈ GPS ആണ് നമ്മളെ ലൊക്കേഷനൊക്കെ, അതായത് ഓരോ സ്ഥലങ്ങളിൽ പോകേണ്ട ലൊക്കേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഫിഷ് ഫൈൻഡർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മീനുകൾ കാണുമ്പോൾ അത് എത്രത്തോളം ഉണ്ടെന്നുള്ളതും അതിൻ്റെ ആ ഒരു ലെന്ത് മനസ്സിലാക്കിയിട്ട് വല അടിക്കാനും പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇത് 3ഉം മെയിനായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഓടി കൊല്ലത്തിൻ്റെ നേരെ എത്തിയിട്ടുണ്ട്. ഇനി ഏകദേശം 1.5 മണിക്കൂർ ഓട്ടം കൂടെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മളെ മുതലപ്പൊഴി എത്തുന്നതായിരിക്കും. അപ്പോൾ രാത്രി ആയതുകൊണ്ട് പോരാത്തതിന് ഇരുട്ടി കഴിഞ്ഞ് പിന്നെ ഒരു ചെറിയൊരു ആഘോഷം കൂടെ ഉണ്ട്. അതായത് മത്താപ്പൊക്കെ വിടുന്നത്, അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ക്ലിപ്പ് നമുക്ക് കാണാം. ഏതായാലും നേരെ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ ഇനി ആ ഒരു ചെറിയൊരു കുഞ്ഞാഘോഷത്തിലോട്ട് നമുക്ക് പോവാം. രക്ഷാന്റെ വക വെടിക്കെട്ട് ദീപാവലി ഇവിടെ അവസാനിക്കാൻ സമയമായിട്ടോ ഗൈസ്. അപ്പൊ മുതലപ്പൊഴിയിൽ ഒരു കണക്കിന് ദീപാവലി കഴിഞ്ഞ് ഇനിയിപ്പോ നമ്മുടെ വള്ളത്തിന് കെട്ടുന്ന കടവിലൊരു ദീപാവലി പടക്കം ആഘോഷം.